وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. فلما قضى موسى الأجل وسار بأهله آنس من جانب الطور نارا قال لأهلهم كثوا إني آنست نارا لعلي آتيكم منها بخبر أو جذوة من النار لعلكم تصطلون. فلما أتاها نودي من شاطئ الوادي الأيمن في البقعة المباركة من الشجرة أي يا موسى إني أنا الله رب العالمين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലൂടെയാണ് നമ്മുടെ വിവരണം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മദിയൻ പ്രദേശത്തേക്ക് എത്തിയതിന്റെ ശേഷം അവിടെ നിന്ന് വിവാഹം കഴിക്കുകയും നിർദ്ദേശിക്കപ്പെട്ട കാലാവധി ആ രാജ്യത്ത് പൂർത്തീകരിക്കുകയും ചെയ്തതിന്റെ ശേഷം സ്വന്തം കുടുംബത്തെയും കൊണ്ട് ജന്മസ്ഥലമായ ഈജിപ്തിലേക്ക് തന്നെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം മടങ്ങിപ്പോരുന്ന വിഷയങ്ങളാണ് തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിച്ചു തന്നിട്ടുള്ളത്. ഫലമ്മാ ഖദാ മൂസൽ അജല, മൂസ അലൈഹിസ്സലാം കാലാവധി പൂർത്തിയാക്കിയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമും മദിയനിലുള്ള സാലിഹായ ആ മനുഷ്യന്റെ മകളെ വിവാഹം കഴിക്കുന്നതിന്റെ മഹറായിക്കൊണ്ട്, കരാറായിക്കൊണ്ട് പറഞ്ഞിരുന്ന ആ കാലാവധിയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കാലാവധി നിറവേറ്റുകയും വസാറ ബിഅഹ്ലിഹി, തന്റെ വീട്ടുകാരുമായി സ്വരാജ്യത്തേക്ക് പോകുകയും ചെയ്തപ്പോൾ, അഥവാ ഈജിപ്തിലേക്കുള്ള മടക്കയാത്ര മൂസ അലൈഹിസ്സലാം കുടുംബത്തോടൊപ്പം നടത്തുകയാണ്. ആ സന്ദർഭത്തിൽ വഴിക്ക് വെച്ച് ആനസ മിൻ ജാനിബി തൂരി നാറാ, തൂർ പർവ്വതത്തിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം ഒരു തീ ദർശിക്കുകയാണ്. ഒരു തീ അദ്ദേഹത്തിന് കാണുകയാണ്. വാസ്തവത്തിൽ അതൊരു തീ ആയിരുന്നില്ല. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നിയ ആ തോന്നലാണ് ഇവിടെ അള്ളാഹു എടുത്തു പറയുന്നത്. ഒരു തീയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിന്റെ മടക്കയാത്രയിൽ, ഈജിപ്തിലേക്കുള്ള യാത്രാവേളയിൽ, കുടുംബത്തെയും കൊണ്ട് അദ്ദേഹം മടങ്ങുന്ന വേളയിൽ അദ്ദേഹത്തിന് ഈജിപ്തിലേക്കുള്ള വഴിതെറ്റി എന്ന് വിശദീകരണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. വഴിതെറ്റി എന്ന് മാത്രമല്ല, നല്ല തണുപ്പുള്ള അന്തരീക്ഷം, തണുപ്പ് പിടിച്ച ഒരു പ്രത്യേക കാലാവസ്ഥയിലുമായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബസമേതമുള്ള മടക്കം എന്നും ആയത്തുകൾ വിശദീകരിച്ചപ്പോൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ മടക്കയാത്രാവേളയിൽ അങ്ങകലെ തൂർ പർവ്വതത്തിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം ഒരു തീ കാണുകയാണ്. ആ തീ കണ്ടപ്പോൾ അദ്ദേഹം തന്റെ കുടുംബത്തോട് പറഞ്ഞു, ഖാല ലിഅഹ്ലിഹി, തന്റെ കുടുംബത്തോട് അദ്ദേഹം പറഞ്ഞു, കുസൂ, നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യിൻ, നിങ്ങൾ ഇവിടെ നിൽക്കിൻ, നിങ്ങൾ ഇവിടെ നിൽക്കുക. ഇന്നി ആനസ്തു നാറ, ഞാനൊരു തീ കണ്ടിരിക്കുന്നു,
ഞാനൊരു തീ ദർശിച്ചിരിക്കുന്നു. അപ്പൊ അത് ഇവരൊന്നും കാണുന്നില്ല എന്ന് മനസ്സിലായി. അതും ഒരു പ്രത്യേകതയാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെയുള്ളവർ ആ തീ കണ്ടിട്ടില്ല, കാണുന്നില്ല. മൂസാ അലൈഹിസ്സലാമിന് ഒരു തീ ഇങ്ങനെ കാണുകയാണ് അങ്ങകലെ തോർ പർവ്വതത്തിന്റെ ഭാഗത്ത് നിന്ന്. ആ സമയത്താണ് മഹാനവറുകൾ, അദ്ദേഹത്തിന് രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന്, വഴി അറിയില്ല, വഴിതെറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല തണുപ്പുമുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബത്തോട് പറഞ്ഞു, ഉംകുസു, നിങ്ങൾ ഇവിടെ നിൽക്കിൻ, ഇന്നി ആനസ്തു നാറ, ഞാനൊരു തീ കണ്ടിരിക്കുന്നു, ലഅല്ലി ആതീകും മിൻഹാ, അവിടെ നിന്ന് നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്ന് തന്നേക്കാം, ബിഖബരിൻ, വല്ല വർത്തമാനവും. എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് വല്ല വഴിയെ സംബന്ധിച്ചുള്ള വാർത്തയൊക്കെ നമുക്ക് കിട്ടും. വഴി അറിയില്ലല്ലോ, അവിടെ ചെന്ന് നോക്കിയാൽ ആളുള്ള പ്രദേശമാണ് മനസ്സിലാകുന്നുണ്ട്. അവരോട് ചോദിച്ചറിയാം, ഒരു ഖബർ, ഒരു വാർത്ത നമുക്ക് അവിടെ നിന്ന് കിട്ടിയേക്കും. ഇനി അതല്ലെങ്കിൽ ലൗ ജദ്വത്തിൻ മിനൻ നാർ, ഒരു തീക്കൊള്ളിയോ, ഒരു തീക്കൊള്ളി ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നു തരാം, ലഅല്ലക്കും തസ്തലൂൻ, നല്ല തണുപ്പല്ലേ, ആ തണുപ്പിനെ വേദിക്കാൻ നമുക്ക് തീക്കായുകയെങ്കിലും ചെയ്യാമല്ലോ. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കുടുംബത്തോട് ഇതാണ് പറഞ്ഞ് അവിടെ നിർത്തിയത്. അങ്ങനെ മഹാനായ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ദർശിക്കാനായ തീയുണ്ട് തോന്നിയ ആ പ്രദേശത്തേക്ക് മഹാനവറുകൾ നടന്നു ചെല്ലുകയാണ്. ഫലമ്മാ അതാഹാ നൂദിയ മിൻ ശാതിഇൽ വാദിൽ അയ്മനി ഫിൽ ബുഖഅത്തിൽ മുബാറകതി മിനശ് ശജറ. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രദേശത്തേക്ക് ചെന്നപ്പോൾ, ഫലമ്മാ അതാഹാ, അവിടെ അദ്ദേഹം എത്തിയപ്പോൾ, നൂദിയ, വിളിക്കപ്പെടുകയാണ്, ഒരു വിളിയാളമുണ്ടാവുകയാണ്, വിളിക്കപ്പെടുകയാണ്, മിൻ ശാതിഇൽ വാദിൽ അയ്മനി ഫിൽ ബുഖഅത്തിൽ മുബാറകതി മിനശ് ശജറ, അനുഗ്രഹീതമായ, ഫിൽ ബുഖഅത്തിൽ മുബാറകതി, അനുഗ്രഹീതമായ ആ പ്രദേശത്തുള്ള താഴ്വരയുടെ വലത്തെ തീരത്ത് നിന്ന് ഒരു വൃക്ഷത്തിൽ നിന്ന് ഒരു വിളിയാളം ഇങ്ങനെ കേൾക്കുകയാണ്. വലത്തെ താഴ്വരയിൽ നിന്ന്, ആ അനുഗ്രഹീതമായ പ്രദേശത്തുള്ള താഴ്വരയുടെ വലത്തെ തീരത്ത് നിന്ന്, മിൻ ശാതിഇൽ വാദിൽ അയ്മൻ, ആ താഴ്വരയുടെ വലതുഭാഗത്ത് നിന്ന് ഒരു വിളിയാളം കേൾക്കുകയാണ്. മിനശ് ശജറ, ഒരു അനുഗ്രഹീതമായ ഒരു വൃക്ഷത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്, ഒരു വിളിയാളം കേൾക്കുകയാണ്. എന്താണ് വിളിക്കപ്പെടുന്നത്? അയ്യാ മൂസാ, ഓ മൂസാ, ഇന്നി അനല്ലാഹു റബ്ബുൽ ആലമീൻ, നിശ്ചയമായും റബ്ബുൽ ആലമീനായ അല്ലാഹയാണ് ഞാൻ, ലോകത്തിന്റെ സംരക്ഷകനും യജമാനനും പരിപാലകനുമായ റബ്ബായ അല്ലാഹുവാണ് ഞാൻ എന്ന് ആ ശബ്ദം ഇങ്ങനെ മൂസാ അലൈഹിസ്സലാം നേരിട്ട് കേൾക്കുകയാണ്. ഈ സംഭവം ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് സൂറത്തു ത്വാഹയിൽ അല്ലാഹു 9-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. വഹൽ അതാക ഹദീസു മൂസാ ഇദ് റആ നാറൻ ഫഖാല ലിഅഹ്ലിഹിം കുസൂ ഇന്നി ആനസ്തു നാറൻ ലഅല്ലി ആതീകും മിൻഹാ ബിഖബസിൻ ഔ അജിദു അലൻ നാരി ഹുദാ. വഹൽ അതാക ഹദീസു മൂസാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് റബ്ബ് ചോദിക്കുകയാണ്, വഹൽ അതാക, നിനക്ക് വന്നു കിട്ടിയില്ലയോ ഹദീസു മൂസാ, മൂസായെ സംബന്ധിച്ചുള്ള വാർത്ത. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ജീവിച്ചതല്ലല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് കൃത്യമായി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനം മുതൽക്ക് പിന്നീട് ഇങ്ങോട്ടുള്ള സംഭവ വികാസങ്ങൾ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എങ്ങനെ പറയാൻ കഴിയുന്നു? അവിടുന്ന് തൗറാത്ത് വായിച്ചു പഠിച്ചതല്ല, മറ്റേതെങ്കിലും യാത്ര പോയിട്ട് കിട്ടിയ വിവരങ്ങളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ലോകത്ത് വന്നിട്ടുമില്ല. മൂസാ നബി ജീവിച്ച പ്രദേശത്തോ, തൂർ സീനയുടെ പരിസരത്തോ, അതല്ലെങ്കിൽ മദിയനിന്റെ പരിസരത്തോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ മൂസാ നബിയുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിട്ടല്ല. മറിച്ച് അല്ലാഹു വഹി അറിയിച്ചു കൊടുത്തത് കൊണ്ട് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് ഈ ചരിത്രം പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ തന്നെ നബി തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വമാ കുൻത ബിജാനിബിൽ ഗർബി
ഇദ് ഖദൈനാ ഇലാ മൂസൽ അംറ വമാ കുൻത മിനശ് ശാഹിദീൻ. ഓ നബിയേ, നിങ്ങളുണ്ടായിരുന്നില്ല ബിജാനിബിൽ ഗർബി, അങ്ങ് ആ പടിഞ്ഞാറ് ഭാഗത്ത് വെച്ച് ഇത് ഖദൈനാ ഇലാ മൂസൽ അംറ, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് നാം കൽപ്പനകളും കാര്യങ്ങളും ഒക്കെ നിർവഹിച്ചു കൊടുക്കുമ്പോ നിങ്ങളന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. വമാ കുൻത മിനശ് ശാഹിദീൻ, ആ കാര്യങ്ങൾക്കൊന്നും താങ്കൾ അവിടെ ദൃക്സാക്ഷിയായിരുന്നില്ല. നബിയോട് പറയും, നബിയെ, നിങ്ങളന്ന് അവിടെ മൂസാ നബിയുടെ കാലത്തില്ലല്ലോ. മൂസാ നബിക്ക് തൂർ പർവ്വതത്തിൽ വെച്ച് ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോ നിങ്ങൾ അവിടെ ഇല്ലല്ലോ. മദിയനിൽ താമസിക്കുന്ന കാലത്തും നിങ്ങൾ അവിടെ ഇല്ലല്ലോ. മാത്രമല്ല, എത്രയോ നൂറ്റാണ്ടുകൾ മൂസാക്ക് ശേഷം കഴിഞ്ഞുപോയി. വലാകിന്നാ അൻശഅനാ ഖുറൂനൻ ഫതതാവല അലൈഹിമുൽ ഉമർ, എത്രയോ തലമുറകൾ മൂസാക്ക് ശേഷം പിന്നീട് നാം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരിൽ ആയുഷ്കാലവും വയസ്സുമൊക്കെ ഒരുപാട് കടന്നുപോയി. ആ ചരിത്രങ്ങളൊന്നും കൃത്യമായി ലോകത്ത് നിന്നും അയക്കപ്പെട്ടു പോയി. എന്നിട്ടും നബിയേ, നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ പറയുന്നത്? വമാ കുൻത ബിജാനിബിത് തൂർ, തൂർ പർവ്വതത്തിന്റെ സമീപത്ത് ഓരത്ത് നിങ്ങളുണ്ടായിരുന്നില്ല. ഇതിനാദൈനാ, മൂസായെ നാം വിളിച്ച് നിർദ്ദേശം കൊടുക്കുമ്പോ നിങ്ങളന്ന് അവിടെ ഉണ്ടായിട്ടല്ലല്ലോ. ഇതൊന്നും നിങ്ങൾ പറയുന്നത് പിന്നെ എവിടുന്നാ നബിയെ നിങ്ങൾക്കിതൊക്കെ പറയാൻ കഴിയുന്നത്? മൂസായുടെ ചരിത്രം, പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രം നിങ്ങൾക്ക് എങ്ങനെയാണ് ലോകത്തോട് ഇത്ര കൃത്യമായി പറയാൻ കഴിയുന്നത്? വലാകിർ റഹ്മതം മിർ റബ്ബിക, താങ്കളുടെ യജമാനനായ റബ്ബിന്റെ കാരുണ്യം നിമിത്തം അല്ലാഹു നിങ്ങൾക്ക് ഇതൊക്കെ അറിയിച്ചു തരികയാണ്. ലിതുൻദിറ ഖൗമൻ, ഒരു ജനതക്ക് നിങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കാൻ. മാ അതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പ് അവർക്കൊരു മുന്നറിയിപ്പുകാര് വന്നിട്ടില്ല. ലഅല്ലഹും യതദക്കറൂൻ, അവര് ചിന്തിക്കാനും ആലോചിക്കാനും വേണ്ടിയാണ് ഇതൊക്കെ നിങ്ങൾക്ക് വഹീ തന്നുകൊണ്ട് അവരോട് കൃത്യമായി തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നുബുവത്തിനും റിസാലത്തിനുമുള്ള ഒരു സാക്ഷ്യപത്രമാണിത്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ മഹാരഥന്മാരായ പ്രവാചകന്മാരെ ഇന്നിങ്ങനെ കൺമുമ്പിൽ കാണുന്നത് പോലെ ആ ജനതയുടെ എ മുതൽ സെഡ് വരെയുള്ള ചരിത്രങ്ങൾ ഇങ്ങനെ ഒപ്പിയെടുത്ത് ലോകത്തിന്റെ മുമ്പിലേക്ക് പറയാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അക്ഷരജ്ഞാനമില്ലാത്ത, സ്വന്തം പേര് പോലും എഴുതി ഒപ്പിടാൻ അറിഞ്ഞിട്ടില്ലാത്ത ഒരു സമുദായത്തിന്റെ പ്രതിനിധിയായി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എങ്ങനെ സാധിക്കുന്നു? ലോകത്തിന്റെ മുമ്പിൽ ഇന്നും അതൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. മറുപടി പറയാൻ ആർക്കെങ്കിലും കഴിയോ? കഴിയില്ല. കാരണം ഈ ഗ്രന്ഥം തികച്ചും ദൈവീകമാണെന്നും അള്ളാഹു അറിയിച്ചു കൊടുത്തതിന്റെ പേരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻ തലമുറകളുടെ ചരിത്രങ്ങളെ ഇത്ര കൃത്യമായും സ്പഷ്ടമായും വ്യക്തമായും ലോകത്തിന്റെ മുമ്പിൽ പറയാൻ സാധിച്ചത്. സുബ്ഹാനല്ലാഹ്, അത് അള്ളാഹുവിന്റെ പരിശുദ്ധിയാണ്, അള്ളാഹുവിന്റെ മഹത്വമാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അറിയിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് നൂഹ് നബിയുടെ ചരിത്രം പറഞ്ഞത്, ആദം നബിയുടെ ചരിത്രം പറഞ്ഞത്, ഇബ്രാഹിം നബിയുടെ ചരിത്രം പറഞ്ഞത്, സാലിഹ് നബിയുടെയും ഹൂദ് നബിയുടെയും അതുപോലെ തന്നെ ലൂത്ത് അലൈഹിസ്സലാമിന്റെയും ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം നബിതങ്ങൾ വിശദീകരിക്കുന്നത്. അന്നൊന്നും നബിതങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിട്ടല്ല. ഇത് അല്ലാഹു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയാണ്, നിങ്ങൾ അന്നില്ല. പക്ഷേ ഇത്ര കൃത്യമായി ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടും ചില പിഴച്ച കക്ഷികൾക്ക് അത് വിശ്വസിക്കാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല. ചില പിഴച്ച കക്ഷികൾ ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ തലസ്ഥാന നഗരിയിൽ ന്യൂഡൽഹിയിൽ അടുത്ത കാലത്ത് സമ്മേളനം ചേർന്ന സൂഫികൾക്ക് അതുപോലെയുള്ള കക്ഷികളൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നത് അവരുടെ പിഴച്ച വിശ്വാസത്തിന്റെ ഭാഗമാണ് മഹാനായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അമ്പിയാക്കളൊക്കെ വരുന്നതിന്റെ മുമ്പേ ഈ ലോകത്തുണ്ട്. എല്ലാ അമ്പിയാക്കളുടെയും കാലത്ത് നബിതങ്ങളുണ്ട്. എല്ലാ നബിമാരുടെയും കൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് എന്ന് പറയുന്ന, പാടുന്ന, വിശ്വസിക്കുന്ന, പ്രചരിപ്പിക്കുന്ന കക്ഷികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് മാത്രമല്ല, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കഴിഞ്ഞിട്ട് 4-5 നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ട് ഈ ലോകത്ത് വന്ന, അങ്ങ് ബഗ്ദാദിൽ ജീവിച്ച് മരിച്ചുപോയ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പോലും ആദം നബിയുടെ കൂടെയുണ്ടെന്നും നോഹ് നബിയുടെ കൂടെ ഉണ്ടായിരുന്നെന്നും മൂസ നബിയുടെ കൂടെ ഉണ്ടായിരുന്നെന്നും അമ്പിയാക്കളുടെയൊക്കെ കൂടെ
ശൈഖ് ജീലാനി എപ്പോഴും ഉണ്ടായിരുന്നുവെന്നുമൊക്കെ പാടിപ്പറയുന്ന, പുകഴ്ത്തുന്ന, അപദാനങ്ങൾ പറയുന്ന, അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള അത്തരത്തിലുള്ള കൃതികൾ, ക്ഷുദ്രകൃതികൾ എന്നും മലയാളികളുടെ കൈകളിലുണ്ട്. എത്ര പഴച്ച വിശ്വാസമാണ് നമ്മുടെ ചില സഹോദരങ്ങൾക്കുള്ളത്. പറഞ്ഞു കൊടുക്കണം സുഹൃത്തുക്കളെ, അത്രയും ധാരണയിലൊക്കെ ഉള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അനകുന്തു മഅ ഇബ്രാഹീമു മുൽഖം ബിനാരിഹി ഫമാ ബറദന്നീറാനു ഇല്ലാ ബിദഅവതി. ഇബ്രാഹിമിനെ തീയിലിട്ട നേരത്തെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആരാ പറയുന്നത്? ശൈഖ് ജീലാനി. ജീലാനി അങ്ങനെ പറയൂല, അദ്ദേഹത്തിന്റെ പേരിൽ പിൽക്കാലത്ത് കെട്ടിയുണ്ടാക്കിയതാ. ശൈഖ് ജീലാനി പറയാണെന്ന് പറഞ്ഞിട്ടാ സൂഫികൾ പറയുന്നത്. ഇബ്രാഹിം നബിനെ തീയിലിട്ടപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ആ തീ കെട്ടുപോയത് എന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. അനകുന്തു മഅ യഅഖൂബ ഫീ ഗശ്വി ഐനിഹി വമാ ബാരിഅത് ഐനാഹു ഇല്ലാ ബിതഫ്ലതി. യഅഖൂബ് അലൈഹിസ്സലാമിന്റെ 2 കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ട നേരത്തും ഞാൻ അവിടെയുണ്ട്. എന്റെ തുപ്പുനീര് പുരട്ടിയിട്ടാണ് യഅഖൂബിന് കാഴ്ച തിരിച്ചു കിട്ടിയത്. ആരുടെ തുപ്പുനീര്? ജീലാനിയുടെ. ഇതൊക്കെ സൂഫികളുടെ വിശ്വാസമാണ്. നമ്മൾ മനസ്സിലാക്കണം, എത്ര അപകടം പിടിച്ച വിശ്വാസമാണ്. എല്ലായിടത്തും ഞാൻ ഉണ്ടായിരുന്നു, എല്ലായിടത്തും ഞാൻ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. അങ്ങനെ പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് ഇസ്ലാമികമല്ല. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അള്ളാഹു വളരെ കൃത്യമായി പറയുന്നു, വമാ കുന്ത വമാ കുന്ത, താങ്കൾ ഉണ്ടായിരുന്നില്ല, താങ്കൾ ഉണ്ടായിരുന്നില്ല അവിടെ. എന്നാൽ ഇവര് പറയുന്നു അനകുന്തു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആര്? നബിതങ്ങൾ പോലുമല്ല പിൽക്കാലത്ത് ജീവിച്ച ശൈഖ് ജീലാനി. വിശ്വസിക്കാൻ കഴിയോ? വിശ്വസിക്കാൻ പറ്റുമോ? ഇതൊക്കെ ചിന്തിക്കണം സഹോദരങ്ങളെ, ആലോചിക്കണം. നമ്മൾ എത്ര അബദ്ധ വിശ്വാസങ്ങളിലാണ് നമ്മുടെ സമുദായം പലപ്പോഴും എത്തിപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വരെ അല്ലാഹു പറയുന്നു, നബിയെ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല, വമാ കുന്ത, നിങ്ങൾ ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ വഹയി കിട്ടിയത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് ഇതൊക്കെ പറഞ്ഞത്. യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോ അള്ളാഹ് അത് നബി തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവിടെ ഉണ്ടായിട്ടല്ല നിങ്ങൾ ഇതൊന്നും പറയുന്നത്. ഈസാ അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞിടത്തുള്ള പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ ഉണ്ടായിട്ടല്ല നിങ്ങൾ ഇതൊന്നും പറയുന്നത്. നൂഹ് അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞിടത്തുള്ള പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ ഉണ്ടായിട്ടല്ല ഇതൊന്നും പറയുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മാത്രമല്ല ഇന്നും അവിടുന്ന് ഏത് കാലത്തും ഹയ്യാണ്, ജീവിച്ചിരിക്കുകയാണ്, ഹാളിറാണ്, നാളിറാണ്. സൂഫികളുടെ വിശ്വാസം എന്താ ഇതിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും ലോകത്ത് ജീവിച്ചിരിക്കുകയാണ്. എല്ലാവരുടെ സദസ്സുകളിലും അവിടുന്ന് ഉണ്ട്. ഒരു മുഅ്മിനിന്റെ, സത്യവിശ്വാസിയുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് പോലും. നമ്മൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും പറയുന്നതുമായ കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്പോഴും വ്യക്തമായി കാണുന്നുണ്ട് പോലും, കേൾക്കുന്നുണ്ട് പോലും, അറിയുന്നുണ്ട് പോലും. ഇത് വിശ്വസിക്കാത്തവൻ യഥാർത്ഥ മുസ്ലിം ആവുകയില്ല എന്ന് കേരളത്തിലേക്ക് എഴുതിവിട്ട മലയാള പുസ്തകങ്ങൾ എന്റെ കയ്യിലുണ്ട്. ആരെങ്കിലും എഴുതിവിട്ടതല്ല, ഉത്തരവാദപ്പെട്ട ആളുകൾ എഴുതിവിട്ടത്. എന്ത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് കാലത്തും നമ്മോടൊപ്പമുണ്ട്, മുഅ്മിനീങ്ങളുടെ കൂടെ നബിതങ്ങൾ ഉണ്ട്. നമ്മൾ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. ആ വിശ്വസിക്കാത്തവൻ യഥാർത്ഥത്തിലുള്ള വിശ്വാസിയാകൂല. എന്തു പറയുന്നു സഹോദരങ്ങളെ നിങ്ങൾ? ഇസ്ലാമികമാണോ? അതുകൊണ്ടാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര കൃത്യമായിട്ടാ പറയുന്നത്. മൂസാ അലൈഹിസ്സലാമിന് തൂർ പർവ്വതത്തിൽ വെച്ച് കൽപ്പന കൈമാറുമ്പോ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പ്രത്യേകമായ കാര്യങ്ങളെ സംബന്ധിച്ച് അവിടുത്തേക്ക് കൽപ്പന പറഞ്ഞ് ആ സമുദായത്തിന് മെസ്സേജുകൾ കൊടുക്കുമ്പോ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല നബിയേ. പിന്നെയൊക്കെ വലാകിർ റഹ്മത്തം മിർ റബ്ബിക, താങ്കളുടെ റബ്ബിന്റെ ഔദാര്യ നിമിത്തം, കാരുണ്യ നിമിത്തം നിങ്ങൾക്കത് വഹി തന്നതുകൊണ്ട് ജനങ്ങൾക്ക് ഇതൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കാനും ആളുകൾക്ക് താങ്കളുടെ നബുവത്തിന്റെ ആ പ്രത്യേകത മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒക്കെയാണ് ഇത് താങ്കൾക്ക് വിശദീകരിച്ചു തരുന്നത്. മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിന് നല്ല ധൈര്യം കൊടുക്കൽ കൂടി അള്ളാഹുവിന് ഉദ്ദേശമുണ്ട്. കാരണം കഴിഞ്ഞുപോയ പ്രവാചകന്മാരൊക്കെ അനുഭവിച്ച ത്യാഗങ്ങളും പ്രയാസങ്ങളും പീഡനങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും
ദഅ്വാ രംഗത്ത്, പ്രബോധന രംഗത്ത് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ റബ്ബങ്ങ് ഓതി കേൾപ്പിച്ചു കൊടുക്കുമ്പോ ലിനുസബ്ബിത ബിഹി ഫുആദക, താങ്കളുടെ ഹൃദയത്തിന് നമ്മളൊരു സ്ഥൈര്യം തരാൻ വേണ്ടി തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആശ്വാസം കിട്ടുകയാണ്. നബിയെ, മുൻഗാമികൾക്കൊക്കെ അത് കഴിഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയല്ല. സത്യദീനുമായി വന്നിട്ടുള്ള താങ്കളുടെ മുൻഗാമികളായ പ്രവാചകന്മാർക്കൊക്കെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് നബിയെ. നിങ്ങൾക്ക് മാത്രല്ല, മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഒക്കെ ശത്രുക്കൾ ഉണ്ടായിട്ടുള്ളത് മറ്റു നബിമാർക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ട് നബിയെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അത് കേൾക്കുമ്പോൾ ഒരു ആർജവം, ഒരു ഉന്മേഷം, ഒരു ആവേശം. എനിക്ക് മാത്രല്ല, മറ്റുള്ളവർക്കും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പ്രബോധക രംഗത്ത് ശക്തമായി മുന്നേറുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ശക്തമായി മുന്നോട്ട്, ധീരമായി മുന്നോട്ട് ചലിക്കുവാൻ ആവേശം നൽകുന്ന ചരിത്രങ്ങളാണ് മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ സംബന്ധിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മഹാനായ റബ്ബുൽ ആലമീൻ വഹയിലൂടെ അറിയിച്ചു കൊടുത്തത്. അപ്പൊ അത് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്തായിരുന്നാലും സുഹൃത്തുക്കളെ, അങ്ങനെ അതാണല്ലോ അള്ളാഹുവിന്റെ ആ ചോദ്യം, വഹൽ അതാക ഹദീസു മൂസാ, മൂസായുടെ വാർത്ത നിനക്ക് എത്തിയില്ലയോ എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? അള്ളാഹ് സംശയം ചോദിക്കണോ? മൂസായുടെ വാർത്ത കിട്ടിയില്ലേ എന്ന് ചോദിക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊണ്ട് അംഗീകരിപ്പിക്കുകയാണ്, നബിയെ, നിങ്ങൾക്ക് മൂസയുടെ വർത്തമാനം ഞാൻ പറഞ്ഞു തന്നില്ലയോ? എന്താണ് സംഭവിച്ചത്? അദ്ദേഹം ഒരു തീ കാണുകയാണ്. അദ്ദേഹം തന്റെ കുടുംബത്തോട് പറഞ്ഞു, അഹ്ലിഹി, കുടുംബത്തോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ താമസിക്കൂ, ഇന്നി ആനസ്തു നാറാ, ഞാനൊരു തീ ദർശിച്ചിരിക്കുന്നു, ഞാൻ അവിടെ നിന്നൊരു കൊള്ളിയും കൊണ്ടുവരാം, അല്പം തീ ഞാൻ പകർത്തിക്കൊണ്ടുവരാം. അതല്ലെങ്കിൽ ആ തീയിനരികിൽ വഴി കാണിക്കുന്ന ഒരാളെ ഞാൻ കണ്ടെത്തിയേക്കാം. അതുകൊണ്ടാണ് വ്യാഖ്യാതാക്കൾ പറഞ്ഞത് അദ്ദേഹത്തിന് വഴി തെറ്റിയിട്ടുണ്ട്, ഈജിപ്തിലേക്കുള്ള വഴി ശരിക്കാണ് മനസ്സിലായില്ല തിരിച്ചു പോരുമ്പോ. അപ്പൊ വഴി ഒന്ന് അന്വേഷിക്കുകയും ചെയ്യാം, തണുപ്പാണ്, കുറച്ച് തീ കൊണ്ടുവരാ, നമുക്ക് വെളിച്ചത്തിനും ഭക്ഷണം പാകം ചെയ്യാനും തീക്കായാനും ഒക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം എന്നും പറഞ്ഞിട്ടാണ് കുടുംബത്തോട് അവിടെ അല്പനേരം നിൽക്കാൻ പറഞ്ഞിട്ട് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം തീ ദർശിച്ച ഭാഗത്തേക്ക് പോവുകയാണ്. ഫലമ്മാ അതാഹാ നൂദിയ യാ മൂസാ, ആ പ്രദേശത്തേക്ക് എത്തിയപ്പോൾ വിളിക്കപ്പെട്ടു, യാ മൂസാ. ത്വാഹയിലെ ഭാഗങ്ങളാ, ത്വാഹ സൂറത്തിലെ ഭാഗങ്ങളാണ് ഇപ്പോൾ ഞാൻ കേൾപ്പിക്കുന്നത്. യാ മൂസാ, മൂസാ, ഇന്നി അന റബ്ബുക ഫഖ്ലഅൻ അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ വഅന അഖ്തർതുക ഫസ്തമിഅ് ലിമാ യൂഹാ ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി ഇന്നസ് സഅത ആതിയതുൻ അകാദു ഉഖ്ഫീഹാ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ ഫലാ യസുദ്ദന്നക അൻഹാ മൻ ലാ യുഅ്മിനു ബിഹാ വത്തബഅ ഹവാഹു ഫതർദാ. മൂസാ, ഇന്നി അന റബ്ബുക, നിശ്ചയമായി ഞാൻ നിന്റെ റബ്ബാണ്. ഫഖ്ലഅൻ അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ, നീ പരിശുദ്ധമായ തുവാ താഴ്വരയിലാണ് നീ ഇപ്പോൾ നിൽക്കുന്നത് മൂസാ. അതുകൊണ്ട് പരിശുദ്ധ പ്രദേശത്ത് നിൽക്കുന്നതിന്റെ ഒരു മര്യാദ എന്ന നിലക്ക് നിന്റെ പാദരക്ഷകൾ അഴിച്ചു മാറ്റണം, ചെരിപ്പ് ഊരണം, പാദരക്ഷകൾ അഴിക്കൂ മൂസാ. പവിത്രമായ ഒരു ദേശത്താണ് നീ ഇപ്പോൾ വന്നു നിൽക്കുന്നത്. പവിത്രമായ ഒരു സ്ഥലത്ത് ചെരുപ്പിടാതെ നിൽക്കുക എന്നുള്ളത് അത് ഇന്നും ഒരു മര്യാദയാണ്, എന്നും ഒരു മര്യാദയാണ്. ലോകത്തെ ഏറ്റവും പുണ്യമേറിയ വിശുദ്ധ കഅബാലയത്തിന്റെ പരിസരത്ത് ലോക മുസ്ലിമീങ്ങൾ തവാഫ് ചെയ്യുമ്പോൾ ആരും ചെരുപ്പിടാതെയായി ഇപ്പോഴും തവാഫ് ചെയ്യുന്നത്. ചെരുപ്പ് അവിടെ ഇടാറില്ല, സഈ നടത്തുമ്പോൾ ചെയ്യാറില്ല. അപ്പോ അതൊരു മര്യാദയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അഥവാ മൂസാ നബിയോട് അല്ലാഹു പറയാണ്, പരിശുദ്ധമായ താഴ്വരയിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്, ചെരിപ്പൂരു. ഫഖ്ലഅൻ അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. ഇനിയാണ് പ്രഖ്യാപനം. ലോകത്ത് മഹാനായ റബ്ബിനോട് നേരിട്ട് സംസാരിച്ച ഒരേ ഒരു വ്യക്തിത്വം എന്ന നിലക്ക്
റബ്ബ് തെരഞ്ഞെടുക്കുകയാണ് മൂസ നബിയെ. ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കാൻ പോകുന്നു, ഞാൻ താങ്കളെ തെരഞ്ഞെടുത്തിരിക്കുന്നു മൂസ. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ലിമാ യൂഹാ, വഹീ നൽകപ്പെടാൻ പോവുകയാണ്. എനിക്ക് വഹീ നൽകപ്പെടാൻ പോവുകയാണ്. ആ ബോധനം നൽകപ്പെടുന്ന കാര്യങ്ങളിലേക്ക് നന്നായി കാതും കണ്ണും കൊടുക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. വഹീ നൽകപ്പെടുന്നതിലേക്ക് ശ്രദ്ധിക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണേ. ആദ്യം തന്നെ കൊടുക്കുന്ന വഹീ എന്താ? ലോകത്തിന്റെ പ്രവാചകന്മാരൊക്കെ ലോകത്തോട് ആദ്യം പറഞ്ഞ തത്വം, മനുഷ്യരുടെ മനസ്സിൽ ആദ്യം നന്നാവേണ്ടുന്ന വിഷയം, വേറെ ഏത് വിഷയം നന്നായിട്ടും കാര്യമില്ല, ഈ വിഷയം നന്നായില്ലെങ്കിൽ നരകം ഉറപ്പാണെന്ന് പറയപ്പെട്ട കാര്യം ആദ്യമായി മൂസ നബി അലൈഹിസ്സലാമിനോട് ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയുന്നത്, നിനക്ക് വഹയായിട്ട് നൽകപ്പെടുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം എന്ന ആമുഖത്തോടു കൂടി പറയാണ്, തുടങ്ങാണ്. ഇന്നനി അനല്ലാഹ്, നിശ്ചയമായും ഞാൻ അല്ലാഹയാണ്. ലാ ഇലാഹ ഇല്ലാ അന, ഞാനൊഴികവരാരാധ്യനില്ല, ഞാനൊഴികവരാരാധ്യനുമില്ല. ആകയാൽ ഫഅ്ബുദ്നി, നീ എന്നെ മാത്രം ആരാധിക്കണം. ലോകത്ത് വന്ന മുഴുവൻ നബിമാരും ലോകത്തോട് ആദ്യം പറഞ്ഞ വിഷയം, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു പറയാണ്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ, നബിയെ താങ്കൾക്ക് മുമ്പ് ഒരൊറ്റ റസൂലിനെയും നാം അയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, ആ നബിക്ക് ബോധനം കൊടുത്തിട്ടല്ലാതെ. എന്താ ബോധനം കൊടുത്തത്? ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി, ഞാനല്ലാതെ ഒരാരാധ്യനില്ല, അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണേ. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഈ അറിയിപ്പ് കിട്ടാത്ത ഒരു നബിയില്ല. അതുകൊണ്ട് മുഴുവൻ നബിമാരും ആദ്യം ലോകത്തോട് പറയാറുള്ളത് ഇതാണ്, തൗഹീദ് ശരിയാക്കാതെ ഒരുത്തൻ നിസ്കരിച്ചിട്ടെന്താ കാര്യം, നോമ്പെടുത്തിട്ടെന്താ കാര്യം, സകാത്ത് കൊടുത്തിട്ടെന്താ കാര്യം, ഹജ്ജ് ചെയ്തിട്ടെന്താ കാര്യം, എന്ത് നന്മകളും ജീവകാരുണ്യ പ്രവർത്തനത്തിലും മുഴുകിയിട്ടെന്താ കാര്യം, അഖീദ ശരിയാവാതെ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ലോകത്ത് മനുഷ്യനെ നന്നാക്കാൻ വേണ്ടി നിയുക്തരായ അമ്പിയാക്കന്മാര് മുഴുവനും ആദ്യമായി ലോകത്തോട് പറഞ്ഞ വാക്കുകളിൽ അഫ്ളലു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സർവ്വ അമ്പിയാക്കളും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ശ്രേഷ്ഠകരമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ആശയമാണ്, ആ ആദർശമാണ്. അതെല്ലാ നബിമാരും പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹ് മൂസാ നബിയെ വിളിച്ചിട്ട് കൊടുക്കുന്ന ആദ്യത്തെ നിർദ്ദേശം, മൂസാ ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി. രണ്ടാമത് പറയുന്നത് തൗഹീദ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം എന്താണ്? വഅഖിമിസ്സലാത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നീ നിസ്കാരം നിലനിർത്തണേ. മൂസാ നബിക്ക് കൊടുത്ത ആദ്യത്തെ വഹയികളാണ്. തൗഹീദ് പറഞ്ഞതിന് ശേഷം എന്താ പറഞ്ഞത്? നിസ്കാരം. നമ്മൾ ആലോചിക്കണം, നമ്മൾ അതിലൊക്കെ എത്രത്തോളം കണിശതയുള്ളവരാണ്, അതെത്ര കൃത്യമായി നിർവഹിക്കുന്നവരാണ്, അതിൻ്റെ ഹുക്മുകളും അതിൻ്റെ അദബുകളും അഥവാ അതിൻ്റെ വിധിവിലക്കുകളും അതിൻ്റെ മര്യാദകളുമൊക്കെ എത്രത്തോളം നമ്മൾ പാലിക്കുന്നവരാണ്. അള്ളാഹു നിസ്കാരത്തിന്റെ റൂഹും കാതലും ജീവനുമായി പറഞ്ഞ ഖുശൂഇന്റെ കാര്യത്തിൽ, മനസാന്നിധ്യത്തിന്റെ കാര്യത്തിൽ നമ്മളൊക്കെ ഏതൊരു പരിധിയിലും സ്ഥാനത്തുമാണ് ഉള്ളത് എന്നൊക്കെ ആലോചിക്കണം. മാത്രല്ല, എല്ലാ നബിമാരുടെ കാലത്തും നിസ്കാരം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി. നിസ്കാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിന് മാത്രം നിയമമാക്കപ്പെട്ട ഒരു കാര്യമായിരുന്നില്ല. കാരണം മൂസാ നബിക്കും അല്ലാഹു നിർദ്ദേശം കൊടുത്തത് വഅഖിമിസ്സലാന, പക്ഷെ അന്ന് 50 നേരത്തെ നിസ്കാരമായിരുന്നു. നിസ്കാരത്തിന്റെ രൂപത്തിലും ഭാവത്തിലും സമയത്തിലൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും തത്വത്തിൽ നിസ്കാരം എന്ന് പറയുന്ന മഹനീയമായ ഇബാദത്ത് ആ സമൂഹത്തിനൊക്കെ ഉണ്ടായിട്ടുണ്ട്.
അതുകൊണ്ടല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞില്ലേ മഹാനവറുകളുടെ ദുആ, റബ്ബിജ്അൽനി മുഖീമസ്സലാ, റബ്ബേ എന്നെ നീ നിസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ, എന്നെയും എന്റെ മക്കളെയും എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞില്ലേ. അപ്പൊ പ്രവാചകന്മാർക്കൊക്കെ കൊടുത്ത നിർദ്ദേശമാണ് നിസ്കാരത്തിന്റെ കാര്യം എന്ന് മനസ്സിലായി. വാഖിമിസ്സലാത ലിദിക്രി, എന്നെ സ്മരിക്കാൻ വേണ്ടി നീ നിസ്കാരം നിലനിർത്തണേ. അപ്പൊ നിസ്കാരത്തിലൂടെ റബ്ബിനെ സ്മരിക്കാനും കൂടിയാണ്. 5 നേരം വെറുതെ അങ്ങനെ നിസ്കരിക്കല്ല, ആ നിസ്കാരം ജീവിതത്തിനെ മാറ്റിമറിക്കാൻ കഴിയാവുന്ന നിലക്ക് ദിക്റുള്ള നമുക്ക് പ്രചോദനം നൽകണം. അതുകൊണ്ടാണ് നിസ്കാരം മനുഷ്യനെ നീചവും നികൃഷ്ടവുമായ കാര്യങ്ങളിൽ നിന്ന് തടയുന്നു എന്ന് അല്ലാഹു പറയുന്നത്. നിസ്കരിക്കുന്നവന്റെ ജീവിതത്തിൽ ആ നിസ്കരിക്കുന്ന ഒരു നേരത്ത് മാത്രം ഒരു പടച്ചോനെ പേടിണ്ടായാൽ പോരാ. ആ 5 നേരത്തെ നിസ്കാരത്തിന് ഇടക്കുള്ള സമയങ്ങളിലൊക്കെ താൻ എന്താണോ തന്റെ നാഥന്റെ മുമ്പിൽ പോയി പറഞ്ഞതെങ്കിൽ അതിന് വിരുദ്ധമായത് വരാതെ നോക്കണം. അപ്പോഴേ നിസ്കാരത്തിന്റെ റൂഹ് തൊട്ടറിഞ്ഞ നിസ്കാരമാവുകയുള്ളൂ, നിസ്കാരം നമുക്ക് ഫലപ്രദവുമായി തീരുകയുള്ളൂ. അതല്ലാത്തത് കേവലം ചില കുത്തിമറിയലുകളായി പോകും, കേവലം ചില ചടങ്ങുകളായി പോകും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. കഴിയുന്നത്ര നിസ്കാരത്തിലൊക്കെ ഭക്തിയും ആ ചിന്തയും ഒക്കെ നിലനിർത്താനും അത് നമ്മുടെ മനസാന്നിധ്യത്തിന് ഒരു പ്രേരകമായി തീരുന്ന നിലക്ക് നിസ്കാരത്തിന്റെ അകത്ത് നമ്മൾ പറയുന്ന ദുആദിക്കറുകളുടെ അർത്ഥവും ആശയവും അറിഞ്ഞ് ചൊല്ലാനും പറയാനുമൊക്കെ നമ്മൾ സമയം കാണണം, താല്പര്യം കാണണം എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. തുടർന്നുകൊണ്ട് മൂന്നാമത് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? പരലോകത്തെ കുറിച്ച്, അന്ത്യനാളിനെ കുറിച്ച് പറയാണ്. നിശ്ചയമായും അന്ത്യനാൾ അത് വരിക തന്നെ ചെയ്യും. ലോകത്തിനൊരു അവസാനമുണ്ട് മൂസ. നിശ്ചയമായും അന്ത്യനാളെന്ന് പറയുന്നത് വരാനുള്ളതാണ്. എന്നാൽ അത് എപ്പോഴാണെന്ന് ഞാൻ ആർക്കും വിവരം കൊടുത്തിട്ടില്ല. ലോകത്തിന്റെ നാശമെന്ന് അന്ത്യനാളെന്തെന്ന് ഒരാൾക്കും ഞാൻ അറിയിപ്പ് കൊടുത്തിട്ടില്ല. അകാദു ഉഖ്ഫീഹാ, ഞാനത് വളരെ രഹസ്യമാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നോ, ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. എപ്പോഴാണ് അന്ത്യനാളെന്ന് ആർക്കും അറിയില്ല. ഓരോരുത്തരുടെയും അന്ത്യമാണ് അവന്റെ മരണം. എപ്പോഴാണ് നമ്മുടെ മരണം എന്ന് നമുക്കാർക്കും വിവരം തന്നിട്ടില്ല. എന്തിനാ ഇത് അറിയിക്കാത്തത് എന്തിനാ? എപ്പോഴും സംഭവിക്കാവുന്ന മരണത്തെ വരവേൽക്കാൻ അമല് കൊണ്ട് ഞാൻ മുന്നേറണം, അമല് കൊണ്ട് ഞാൻ തയ്യാറാവണം, അതിനുവേണ്ട ഒരുക്കങ്ങൾ ഞാൻ നടത്തണം, ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കണം. അങ്ങനെ തന്റെ അധ്വാനത്തിന്റെ കൃത്യമായ ഫലം ഓരോരുത്തർക്കും നാളെ പരലോകത്ത് വെച്ച് റബ്ബിനങ്ങ് പ്രതിഫലമായി നമുക്ക് തരാൻ വേണ്ടിയാണ്. സമയം ആരോടും ലോകത്ത് പറഞ്ഞിട്ടില്ല. അന്ത്യനാൾ എപ്പോഴാണെന്ന് മഹാനായ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വരെ അറിയിച്ചു കൊടുത്തിട്ടില്ല. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം ഒന്നുകൊണ്ട് ചോദിച്ചല്ലോ, നബിയേ എപ്പോഴാണ് മത്തസ്സാ അന്ത്യനാളെന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തത്, മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ്സായിൽ. ചോദിച്ചയാളേക്കാൾ ചോദിക്കപ്പെട്ടയാൾക്ക് അതിനെ സംബന്ധിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. ചോദിച്ചത് ജിബ്രീലാണ്, ചോദിക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അറിയില്ല, അല്ലാഹു മാത്രമേ അറിയൂ. യസ്അലൂനക അനിസ്സാഅ അയ്യാന മുർസാഹാ. നബിയേ, താങ്കളോട് അവർ ചോദിക്കുന്നു എപ്പോഴാണ് അന്ത്യനാള്, എപ്പോഴാണത് സംഭവിക്കുക. എനിക്കറിയില്ല, എന്റെ റബ്ബിനെ അത് അറിയൂ. റബ്ബിന് മാത്രം അറിയാവുന്ന കാര്യം. മൂസാ നബിയോട് അന്ന് നിർദ്ദേശിച്ചു, ഇതാ അന്ത്യനാള് വരാൻ പോകുന്നുണ്ട്, ആ ചിന്തയിൽ എല്ലാവരും ജീവിച്ചോളണം, മരിക്കണം. ഇവിടെ ഒന്നും ഉണ്ടാവില്ല. നാശമുണ്ട്, നമുക്ക് നാശമുണ്ട്, നാം ജീവിക്കുന്ന ഭൂമിക്ക് നാശമുണ്ട്, ലോകത്തിന് മുഴുവനും നാശമുണ്ട്, എല്ലാവരും പരലോക കോടതിയിൽ വരേണ്ടി വരും. ആ ബോധത്തോടെ ജീവിക്കണം. എന്നാൽ തുടർന്നുകൊണ്ട് പറയുന്നത് കേട്ടോളൂ, ഫലാ യസുദ്ദന്നക അൻഹാ. വരാൻ പോകുന്ന ആ അന്ത്യനാളിനെ സംബന്ധിച്ച് താങ്കളെ തടഞ്ഞു നിർത്താതിരിക്കട്ടെ. അതിനെക്കുറിച്ച് ശരിക്ക് ചിന്തിക്കുന്നതില്ലെന്ന് താങ്കളെ തടയരുത്. മല്ലാ യുഅ്മിനു ബിഹാ. അതിൽ വിശ്വാസമില്ലാത്തവര് അതിനെപ്പറ്റി ഓർക്കൂല. ആ അന്ത്യനാളിനെ കുറിച്ച് വിശ്വാസമില്ലാത്തവർ താങ്കളെ അതിൽ നിന്ന് തടയാതിരിക്കട്ടെ.
വത്തബഅ ഹവാഹു, പിന്നെ അവൻ എന്താണ് പണി? പരലോകത്തിൽ അവന് വിശ്വാസമില്ല. വത്തബഅ ഹവാ, അവന്റെ ദീന് അവന്റെ ദേഹേച്ഛ തന്നെയാണ്. എന്ത് പ്രവർത്തിക്കണം എന്ത് ചെയ്യണം എന്നതിന് അവൻ ഖുർആൻ നോക്കൂല, ഹദീസ് നോക്കൂല. അവന്റെ തന്നിഷ്ടമാണ് അവന്റെ ചിന്ത. അങ്ങനെ തന്നിഷ്ടത്തെ പിൻപറ്റിയവര്, അങ്ങനെ അവരുടെ പിന്നാലെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഫതർദാ, താങ്കൾ നശിച്ചു പോകും നബിയേ. അതുകൊണ്ട് അത്തരക്കാരിലേക്ക് കണ്ണും കാതും കൊടുത്തു പോകരുത്. പരലോകത്ത് നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ പല ശക്തികളും ഉണ്ടാകും. അവർക്ക് പരലോകം വിശ്വാസമല്ല, പരലോകത്ത് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ അവർ ശരിക്കും ഉൾക്കൊള്ളൂല. അവർക്ക് എന്താ ജീവിക്കണം, സുഖിക്കണം, തിന്നണം, കുടിക്കണം, മതിക്കണം, രമിക്കണം, അങ്ങനെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകണം. അങ്ങനെ സ്വന്തം താല്പര്യങ്ങൾ എന്താണോ ആ ഹവയെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കും. അങ്ങനെയുള്ള ആളുകള് അവരുടേതായ ചിന്താഗതിയിൽ പെട്ടുപോകരുത്. അത്തരക്കാര് നിങ്ങളെ തടയരുത് നല്ല മാർഗത്തിൽ നിന്ന്. അങ്ങനെയെങ്ങാനും പെട്ടുപോയ ഫതർദാ, നിങ്ങൾ നശിക്കും നബിയെ, നശിച്ചു പോകും, ഹലാക്കിലായി പോകും. അല്ലാഹു മൂസ നബി അലൈഹിസ്സലാമിന് കൊടുത്ത ആദ്യത്തെ ഉത്ബോധനം വഹി. അതൊക്കെ പറഞ്ഞതിന്റെ ശേഷം അടുത്ത് അദ്ദേഹത്തിലൂടെ അള്ളാഹു ഇനി നടപ്പിലാക്കാൻ പോകുന്ന ഒരു വലിയ അമാനുഷികമായ ചില ദൃഷ്ടാന്തങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സങ്ങ് കൊണ്ടുവരാൻ ആദ്യം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഇപ്പോൾ നിലവിലുള്ള സാധനത്തിന്റെ ഉപകാരങ്ങൾ എന്തൊക്കെയെന്ന് പറയിപ്പിക്കുകയാണ്. വമാ തിൽക ബിയമീനിക യാ മൂസ ഖാല ഹിയ അസായ അതവക്കഉ അലൈഹാ വഅഹുശ്ശു ബിഹാ അലാ ഗനമി വലിയ ഫീഹാ മആരിബു ഉഖ്റാ. ഇത് പറഞ്ഞതിന് ശേഷം അല്ലാഹു മൂസ നബിയോട് ചോദിക്കുകയാണ്, അല്ല മൂസ, വമാ തിൽക ബിയമീനിക യാ മൂസ, എന്താ നിന്റെ വലത്തെ കയ്യിലാ കാണുന്നത്? അല്ലാഹുക്കറിയാഞ്ഞിട്ടല്ല, ഒരു ശ്രദ്ധ ക്ഷണിക്കൽ. വമാ തിൽക ബിയമീനിക യാ മൂസ, ഓ മൂസ, നിന്റെ വലത് കയ്യിൽ കാണുന്നത് എന്താണ്? എന്താണ് ആ വസ്തു? ഖാല, അദ്ദേഹം പറഞ്ഞു, ഹിയ അസായ, അതെന്റെ വടിയാണ്, അതെന്റെ വടിയാണ്. എന്തിനാണ് ഞാനത് ഉപയോഗപ്പെടുത്താറുള്ളത്? അതവക്കഉ അലൈഹാ, നടക്കുമ്പോൾ ഞാൻ അതിന്മേൽ ഊന്നി നടക്കാൻ ഉപയോഗപ്പെടുത്താറുള്ള ഒരു ഊന്നുവടിയാണത്. അതുമാത്രമല്ല, വഅഹുശ്ശു ബിഹാ, അത് മുഖേന ഞാൻ ഇലകൾ തല്ലിക്കൊഴിച്ചു കൊടുക്കാറുമുണ്ട്. അലാ ഗനമീ, എന്റെ ആടുകൾക്ക്. ഉയരമുള്ള മരത്തിലെ ഇലകൾ എന്റെ വടി കൊണ്ട് ഞാൻ തല്ലിക്കൊഴിച്ചു കൊടുക്കും എന്റെ ആടുകൾക്ക് തീറ്റ കൊടുക്കാൻ. അതിനും ഈ വടി ഞാൻ ഉപയോഗപ്പെടുത്താറുണ്ട്. വലിയ ഫീഹാ മആരിബു ഉഖ്റാ, അത് മാത്രമല്ല റബ്ബേ, വേറെയും പല ഉപകാരങ്ങളും പല ലക്ഷ്യങ്ങളും ഞാൻ അതുകൊണ്ട് നടത്താറുണ്ട്. എന്താന്ന് ചോദിച്ചില്ല. അദ്ദേഹം പിന്നെ വെണ്ണി പറയുമായിരുന്നു. രണ്ടെണ്ണമൊക്കെ പറഞ്ഞു, വേറെ പല കാര്യത്തിനൊക്കെ ഞാനത് ഉപയോഗപ്പെടുത്താറുണ്ട് എന്നും പറഞ്ഞ് അള്ളാഹുവിന്റെ ആ ചോദ്യത്തിന് മൂസ അലൈഹിസ്സലാം മറുപടി പറയാണ്. അപ്പോ അദ്ദേഹത്തെ കൊണ്ട് സമ്മതിപ്പിച്ചു. ഇതുവരെ അദ്ദേഹത്തിന്റെ വടിക്ക് എന്താ പരിചയമുള്ളത്? ഊന്നാൻ ഉപയോഗപ്പെടുത്താറുണ്ട്, ആടുകൾക്ക് ഇല തല്ലിക്കൊഴിക്കാൻ ഉപയോഗപ്പെടുത്താറുണ്ട്, വേറെ അങ്ങനെ പലയുള്ള ആ രൂപത്തിലുള്ള ഭൗതികമായ പല കാര്യങ്ങൾക്കും വേണ്ടി അദ്ദേഹം അതൊരു സഹായത്തിന് ഉപയോഗിക്കാറുള്ള ഒരു വസ്തുവാണ് ഒരു വടി. ആ വടി ശരി, അത് അദ്ദേഹത്തിനാണ് അംഗീകരിച്ചിട്ട് ഇനി പറയാണ്. എന്നാൽ قال ألقها يا موسى فألقاها فإذا هي حية تسعى قال خذها ولا تخف سنعيدها سيرتها الأولى. അദ്ദേഹത്തോട് പറഞ്ഞു, എങ്കിൽ അൽഖിഹാ യാ മൂസ, ആ വടി നിലത്തേക്ക് ഇടുക, ആ വടി ഒന്ന് താഴേക്കിട്ടെ. ഫഅൽഖാഹാ, അപ്പോൾ മൂസ ആ വടി അങ്ങ് താഴേക്കിട്ടു. ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ, കുതിച്ചു പായുന്ന ഒരു പാമ്പായിട്ട് ആ വടി അങ്ങ് രൂപാന്തരം പ്രാപിക്കുന്നു. ഇതുവരെ ഊന്നി നടക്കാനും ഇലതച്ചു ഒഴിച്ചു കൊടുക്കാനും മറ്റു ഉപകാരങ്ങൾക്കൊക്കെ വേണ്ടി കൊണ്ടു നടന്ന വടി നിലത്തേക്കിടാൻ പറഞ്ഞു. നിലത്തേക്കിട്ട് നോക്കുമ്പോൾ അതിശീഘ്രം കുതിച്ചു പായുന്നൊരു പാമ്പായിട്ട് അതങ്ങനെ ഇഴഞ്ഞു പോവുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അക്ഷരാർത്ഥത്തിൽ ഭയപ്പെട്ടു. അത് സൂറത്തുൽ ഖസസിൽ അല്ലാഹു തആല വളരെ കൃത്യമായി പറയുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് അല്ലാഹു പറഞ്ഞത്? വഅന്നൽ ഖിയസാക്, നിന്റെ വടി നീ നിലത്തേക്കിടൂ മൂസാ. ഫലമ്മാ റആഹാ തഹ്തസ്സു
كأنها جان ولا مدبرا ولم يعقب يا موسى أقبل ولا تخف إنك من الآمنين ഫലമ്മ റഅഹ വടി നിലത്തേക്കിട്ടപ്പോൾ അദ്ദേഹം കാണുകയാണ്, അതിനെ കണ്ടപ്പോൾ തഹ്തസു അതിങ്ങനെ കുലുങ്ങി പായുകയാണ്, കഅന്നഹാ ജാന്നുൻ ഒരു പാമ്പായിട്ട്, വല്ലാ മുദ്ബിറൻ മൂസ നബി അലൈഹിസ്സലാം തിരിഞ്ഞു ഓടി, പിന്തിരിഞ്ഞു ഓടി. കേട്ടോ, വടിയാണ് വടി നിലത്തേക്കിട്ട് പാമ്പായിട്ടാണ് ചീറ് പായുന്നത് കണ്ടപ്പോ മൂസ അലൈഹിസ്സലാം അക്ഷരാർത്ഥത്തിൽ പേടിച്ചു. വല്ലാ മുദ്ബിറൻ പിന്തിരിഞ്ഞോടി. ഓട്ടത്തിന്റെ ശക്തി കേട്ടോ. വലം യുഅഖിബ് തിരിഞ്ഞു നോക്കിയില്ല. തിരിഞ്ഞു നോക്കാതെ ഓടെ പേടിയാണ് കൂടുമ്പോഴാ. തിരിഞ്ഞു നോക്കാനും കൂടി നോക്കൂല, അത്രയും പേടിച്ചു. തിരിഞ്ഞു നോക്കാതെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഓടി. ആ സമയത്ത് റബ്ബിന്റെ വിളിയാളം, യാ മൂസ, ഓ മൂസ, അഖ്ബിൽ മുന്നോട്ട് വാ, ഓടല്ലേ മുന്നോട്ട് വാ മൂസ, വലാ തഖഫ് പേടിക്കണ്ട പേടിക്കണ്ട, ഇന്നക മിനൽ ആമിനീൻ നീ നിർഭയത്വം നൽകപ്പെടുന്നവരിൽ പെട്ടയാള് തന്നെയാണ്, പേടിക്കണ്ട മൂസ. അത് സൂറത്ത് ത്വാഹയിൽ അല്ലാഹ് പറയുകയാണ്, ഖാല ഖുദ്ഹാ നീ അതിനെ പിടിച്ചോ മൂസ, ആ പാമ്പിനെ പിടിച്ചോ, അതിന്റെ ഒരു തലക്കങ്ങ് പിടിച്ചോ, ഒരു ഭാഗത്ത് പിടിച്ചോ, വലാ തഖഫ് പേടിക്കണ്ട, സനുഈദുഹാ നാം ആ വടിയെ മടക്കുന്നതാണ്, സീറത്തഹൽ ഊലാ അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക്, ആദ്യം അതെങ്ങനെയായിരുന്നുവോ അതിന്റെ സ്ഥിതിയിലേക്ക് നാം അതിനെ മടക്കിക്കൊള്ളും. അല്ലാഹു തആല ധൈര്യം കൊടുക്കുക മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നബിമാർക്ക് വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നതാണ് പലരും വേഴ്ച വിശ്വാസം വിശ്വസിക്കുന്നത്. പ്രവാചകന്മാർക്ക് മാത്രമല്ല, ഔലിയാക്കൾക്ക് വരെ എല്ലാം അറിഞ്ഞ കാര്യങ്ങളും അറിയും, കഴിഞ്ഞതും നടക്കുന്നതും വരാനിരിക്കുന്നതും ഒക്കെ അവർക്ക് അറിയാം. അവർക്ക് അറിയാത്തൊന്നുമില്ല, ഒക്കെ അവർക്ക് അല്ലാഹ് അറിയിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണല്ലോ പറയാറുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാർക്ക് പോലും അങ്ങനെ അറിഞ്ഞിട്ടുണ്ടോ? പലതും അള്ളാഹുവിന്റെ വഹി കിട്ടുന്നത് വരെ അറിഞ്ഞിട്ടില്ല. അങ്ങനെ അറിയിപ്പുണ്ടായിരുന്നെങ്കിൽ, അറിവുണ്ടായിരുന്നുവെങ്കിൽ മൂസ നബി ഇവിടെ എന്തിന് പേടിച്ചോടണം, തിരിഞ്ഞോടണം? അതിന്റെ വടിയാണ് ഇപ്പൊ സംഭവിക്കാൻ എന്നതൊക്കെ പോകുന്നത്. അതിങ്ങനെ എഴയും, എന്നോട് പിടിച്ചോളാൻ പറയും, ഞാൻ പിടിക്കും, അത് വടിയാവും. ഇതിന് ഞാൻ പേടിക്കുന്നത്? മൂസാ നബി എന്തിനാ ഓടിയത്? മൂസാ നബി തിരിഞ്ഞു നോക്കാതെ പിന്തിരിഞ്ഞോടി എന്ന് അല്ലാഹു തആല പറയുന്നു. എന്തിന്? നടക്കാൻ പോകുന്ന ഭാവിയിലെ കാര്യങ്ങൾ, തൊട്ടടുത്ത സെക്കൻഡിൽ വരാൻ പോകുന്ന സംഭവം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറിയാമായിരുന്നുവെങ്കിൽ ഓട്ടത്തിന്റെ പ്രശ്നം വരുന്നുണ്ടോ? അല്ലാഹ് സമാധാനിപ്പിക്കേണ്ടി വരുന്നുണ്ടോ? പേടിക്കണ്ട മൂസ എന്ന് പറയണോ? പേടി ഉണ്ടാവില്ലല്ലോ. വലാ തഖഫ് എന്ന് പറയണോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, സമൂഹം ഇന്ന് വിശ്വസിക്കുന്ന വിശ്വാസം ഒന്ന് വേറെ, അള്ളാഹു അവന്റെ ഖുർആനിലൂടെ ലോകത്തിന് പഠിപ്പിച്ചു തന്ന, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ മുമ്പിൽ വിശദീകരിച്ചു തന്ന അഖീദയൊന്ന് വേറെ. ആ അഖീദയിലേക്ക് മടങ്ങാതെ രക്ഷയില്ല. പരിശുദ്ധ ഖുർആനും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനങ്ങളും ഈ ലോകത്തിന്റെ മുമ്പിൽ എന്താണോ പഠിപ്പിച്ചത്, അതാദ്യമായി കേൾക്കാൻ അവസരം കിട്ടിയ മഹാന്മാരായ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും എങ്ങനെയാണതൊക്കെ ഉൾക്കൊണ്ടത്, അതുപോലെ വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് സമൂഹം മടങ്ങിയാലല്ലാതെ രക്ഷയില്ല. അന്ധവിശ്വാസങ്ങൾ നമ്മെ നശിപ്പിക്കും. അന്ധവിശ്വാസങ്ങൾ നമ്മുടെ പരലോകത്തെ ശാന്തി നഷ്ടപ്പെടുത്തും, ശാശ്വത നരകത്തിയുടെ വിറകുകളാക്കി മാറ്റും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഏത് കാലത്തും അഖീദ പഠനത്തിന് പ്രസക്തിയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അഖീദ ഏത് കാലത്തും പഠിക്കണം. അഖീദ പഴച്ചു പോയാൽ ദീനാകെ ബാത്തിലാകും. എന്തൊക്കെ ഈമാൻ കാര്യങ്ങളുണ്ട്? അള്ളാഹുവിൽ, മലക്കുകളിൽ, വേദഗ്രന്ഥങ്ങളിൽ, പ്രവാചകന്മാരിൽ, പരലോകത്തിൽ, ഖദാ ഖദറിൽ ഈമാനിന്റെ പ്രബലമായ 6 കാര്യങ്ങൾ പറഞ്ഞു. ഇതിന്റെ ഒക്കെ വിശദ വിവരങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒന്ന് തകരാറ് പറ്റിപ്പോയ പ്രശ്നമാണ്. ഈമാനിന്റെ വിരുദ്ധം വരുന്നത് കുഫറാണ്. കാഫറായ പിന്നെ ശാശ്വതമായി നരകത്തിയിലല്ലേ? ഒരു കാലത്തും മോചനം ഉണ്ടാവില്ല കാഫറായി മരിച്ചുപോയാൽ. അതുകൊണ്ട് ഗൗരവത്തോടെ ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, അഖീദയെ സംബന്ധിച്ചുള്ള കൃത്യമായ പഠനങ്ങൾ നടക്കണം, അറിവ് നേടണം. ശിർക്ക് വന്നു പോകാൻ പാടില്ല, കുഫറിലേക്ക് വന്നു പോകുന്ന വാചകങ്ങൾ പറയാൻ പാടില്ല.
ഇസ്ലാമിൽ അംഗീകൃതമായ ഒരു കാര്യം എനിക്കതിനോട് താല്പര്യമില്ല എന്ന് ഒരുത്തം പറഞ്ഞാൽ അപ്പ കാഫിറായി. ഇസ്ലാമിന്റെ മഹത്വം നമ്മൾ അറിയണം. ഒരു പദം കൊണ്ട് ഇസ്ലാമിലേക്ക് ഒരാൾക്ക് കയറാം, അതിനേക്കാൾ ചെറിയൊരു പദം കൊണ്ട് പുറത്തേക്കാണ് പോകാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് മൊഴിഞ്ഞ് മനസ്സറിഞ്ഞ് പറഞ്ഞ ഒരാൾക്ക് ഇസ്ലാമിന്റെ അകത്തേക്കാണ് കയറാം. അള്ളാഹുവിന്റെ റസൂലിലൂടെ ലോകത്തിന് പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യം അതിനോട് എനിക്ക് യോജിപ്പില്ല എന്നൊരു വാക്കൊരാൾ പറഞ്ഞാൽ അപ്പൊ പുറത്തേക്ക് പോകാം. അപ്പൊ എത്ര ഗൗരവമാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ ഒരു നിയമത്തെ പരിഹസിച്ചാൽ പുറത്തേക്ക് പോകാം, വളരെ ഗൗരവമാണ്. പക്ഷെ നമ്മളൊന്നും അത് മനസ്സിലാക്കിയിട്ടില്ല ഇപ്പോഴും. അതുകൊണ്ട് ഇപ്പോഴും ആളുകൾക്ക് പഠന സംരംഭങ്ങളോടൊക്കെ ഒരു പുറംതിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. അത് ഇതുപോലെയുള്ള വേദികളിൽ വന്ന നിങ്ങളോട് പറയേണ്ടതല്ല, വരാതെ മാറി നിൽക്കുന്നവരോട് പറയേണ്ടതാണെന്ന് എനിക്കറിയാം. പക്ഷേ വരാതെ മാറി നിൽക്കുന്ന ആയിരങ്ങളുണ്ട്. അവർക്ക് നിങ്ങൾ ഈ മെസ്സേജ് കൈമാറണം. നമ്മുടെ പരലോകത്തിന്, നമ്മുടെ പരലോക രക്ഷയ്ക്ക്, നമ്മുടെ ശാന്തിപൂർണമായ ജീവിതം, ശാശ്വത ജീവിതത്തിൽ നമുക്ക് ലഭ്യമാകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ശരി, അപ്പൊ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയണത് ആ വടി നിലത്തേക്കിടൂ. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ അള്ളാഹു തആല ഒരു അത്ഭുതം, ഒരു മുഅ്ജിസത്ത് ഫറോവയുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുന്ന, അവിടേക്ക് നബിയായി നിയോഗിക്കുന്ന ഇസ്രായേൽ മക്കളിലേക്ക് അയക്കപ്പെടുന്ന ദൂതനായ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവരുടെ മുമ്പിൽ ശക്തമായി തന്നെ കാണിച്ചു കൊടുക്കാവുന്ന നിലക്കുള്ള മുഅ്ജിസത്തുകളിൽ ഒരു മുഅ്ജിസത്തായി കൊണ്ട് ആദ്യമായി നൽകുകയാണ്. അവിടുത്തെ വടിയതാ നിലത്തേക്കിട്ടാൽ എന്തായി മാറുന്നു? പാമ്പായി മാറുന്നു. ഒന്ന്. അടുത്ത നിർദ്ദേശം എന്താ? ഉസ്ലുക യദക ഫീ ജൈബിക തഖ്റുജ ബൈദാഅ മിൻ ഗൈരി സൂ واضمم إليك جناحك من الرهب فذلك برهانان من ربك إلى فرعون فذلك برهانان من ربك إلى فرعون وملئه إنهم كانوا قوما فاسقين. രണ്ടാമത്തെ നിർദ്ദേശം ഉസ്ലുക യദക ഫീ ജൈബിക. നിന്റെ കൈ നീ പ്രവേശിപ്പിക്കുക, ഫീ ജൈബിക, നിന്റെ പാർശ്വഭാഗത്ത്, നിന്റെ മാറത്ത്, അഥവാ നിന്റെ വലത്തെ കൈ നിന്റെ ഇടത്തെ കൈയിന്റെ കക്ഷത്തിലേക്ക് നിന്റെ കൈ അങ്ങ് പ്രവേശിപ്പിക്കുക. എന്താ സംഭവിക്കാൻ പോകുന്നത്? തഖ്റുജു ബൈദാ, അത് നല്ല വെള്ളവർണ്ണത്തിൽ പ്രകാശം പരത്തുന്ന നിലക്ക് കൈ ഇങ്ങ് പുറത്തേക്കെടുത്താൽ അതിൽ നിന്ന് പ്രകാശം പരക്കും, നല്ല വെളുത്ത കളറ് കാണും. മിൻ ഗൈരി സൂ, അല്ലാഹു പറഞ്ഞപ്പോ പ്രത്യേകം പറഞ്ഞു, ചീത്തയായ വെള്ളക്കളറല്ല. വെള്ളക്കളർ പറഞ്ഞ വെള്ളപ്പാണ്ട് പിടിച്ചാൽ ഉണ്ടാവില്ലേ, ഏതെങ്കിലും വൈകല്യം മുഖേന ഉണ്ടാവില്ലേ, ശരീരത്തിൽ ആവശ്യമില്ലാത്ത കളർ കൂടുക ചില ഭാഗത്ത്, അതൊരാൾക്ക് പോരായ്മയും വൈകല്യമല്ലേ. ഇത് അതല്ല മൂസ. കയ്യങ്ങ് വെച്ച് പുറത്തേക്കെടുത്താൽ വളരെ പ്രശോഭിക്കുന്ന നിലക്ക്, സുന്ദരമായ നിലക്ക് ശോഭ പരത്തുന്ന ശുഭ്രമായ വെളുത്ത കൈ നിനക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ നിർദ്ദേശം. മൂന്നാമത് പറയാണ് വദ്മും ഇലൈക ജനാഹക മിനർ റഹബ്. വദ്മും ഇലൈക, നിന്റെ ശരീരത്തിലേക്ക് നീ കൂട്ടിപ്പിടിച്ചോളണം. ജനാഹക, നിന്റെ പാർശ്വഭാഗത്തേക്ക് നീ കൂട്ടിപ്പിടിച്ചോ. നിന്റെ കൈ നിന്റെ നെഞ്ചത്തേക്ക് നീ ചേർത്ത് വെച്ചോ. മിനർ റഹബി, പേടി വന്നത് കാരണത്താൽ. മൂസാ നബി ശരിക്കും പേടിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോ വടിപാമ്പായി മാറി, ശരിക്കും പേടിച്ചിട്ടുണ്ട്. പേടിച്ച അവസരത്തിൽ പേടി മാറാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാണ്, കൈ നെഞ്ചത്തേക്ക് ചേർത്ത് വെച്ചോ. പേടിയാണ് പോകും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നെഞ്ചത്തേക്ക് കൈ ചേർത്ത് വെച്ചു, ഭയം നീങ്ങി. ഇത് വിശദീകരിച്ചിടത്ത് മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഇന്നും ഭയങ്കരമായ പേടിയും ആധിയും വ്യാധിയൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുമ്പോ വലത്തെ കരം ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചോ, ഒരാശ്വാസം കിട്ടും, ഒരാശ്വാസം കിട്ടും. അള്ളാഹുവിനോട് ദുആ ചെയ്യുക, കൈ നെഞ്ചത്ത് വെക്കുക, കൈ നെഞ്ചത്തോടൊന്ന് ചേർത്ത് വെക്കുക, ആശ്വാസം കിട്ടും എന്ന് ഇത് വിശദീകരിച്ചിടത്ത് മഹാന്മാരായ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ നിർദ്ദേശങ്ങൾ ഇപ്പൊ പ്രധാനമായിട്ട് ഇതിലുള്ള രണ്ട് നിർദ്ദേശങ്ങൾ എന്താ? ഒന്ന് വടി, അതിന്റെ അത്ഭുതകരമായ കാര്യം. മറ്റൊന്ന് കൈ കക്ഷത്തിലേക്ക് വെച്ചെടുത്താൽ നല്ല ശോഭിക്കുന്ന, നല്ല സൗന്ദര്യമുള്ള, പ്രത്യേകമായ ഒരു അനുഭൂതിയും കാഴ്ചയുമുള്ള ഒരു കൈ. ഇത് പറഞ്ഞിട്ട് പറയാണ്, ഫദാനിക ബുർഹാനാനി മിർ റബ്ബിക്, ഈ രണ്ട് തെളിവുകൾ നിനക്കുള്ളതാണ് മൂസാ.
ഈ രണ്ട് അത്ഭുതകരമായ തെളിവുകൾ നിനക്കുള്ളതാണ് നിന്റെ റബ്ബിൽ നിങ്ങൾ ഇപ്പോൾ തരികയാണ്. എങ്ങോട്ട് പോകുമ്പോഴാണ്? ഇലാ ഫിർഔന വമലഇഹി, ഫറോവയുടെയും അവന്റെ പ്രമാണിവർഗത്തിന്റെയും ഇടയിലേക്ക് നിങ്ങൾ പോകുമ്പോ, ഇന്നഹും കാനൂ ഖൗമൻ ഫാസിഖീൻ, തീർച്ചയായും അവര് ഫാസിഖീങ്ങളായ ഒരു ജനത തന്നെയാണ്, തെമ്മാടികളായ കൂട്ടമാണ് അവര്. തെമ്മാടിക്കൂട്ടത്തിന്റെ അരികിലേക്ക് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഈ രണ്ട് അത്ഭുതകരമായ രണ്ട് കാര്യങ്ങൾ, ബുർഹാനുകൾ, തെളിവുകൾ നിങ്ങൾക്കിതാ നൽകുകയാണ് എന്ന് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറയുകയും ഇനി പോകാൻ പറയാണ്. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. അങ്ങനെ ആ കൽപ്പനയും നിർദ്ദേശവും കേട്ടുകൊണ്ട് മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു പറയണത്, ഇദ്ഹബ് ഇലാ ഫിർഔൻ, പോകണം, ഫറോവയുടെ സമീപത്തേക്ക് ചെല്ല്. ഇന്നഹു തഗാ, അവൻ വല്ലാതെ അതിര് കവിഞ്ഞിട്ടുണ്ട്, അവൻ വല്ലാതെ അതിക്രമിയായിട്ടുണ്ട്, അവൻ വല്ലാതെ പരിധി വിട്ടിട്ടുണ്ട്, അവന്റെ അടുക്കലേക്ക് പോകൂ. മൂസാ നബിയോടുള്ള അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. ആ നിർദ്ദേശം കേട്ട മാത്രയിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ദുആ, അതുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ അല്ലാഹു തആല വിശദീകരിച്ച മറ്റു കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത അവസരത്തിൽ നമുക്ക് വിശദീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും നേരിന്റെ പാതയിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിന്റെ ഘട്ടങ്ങളിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയിട്ടുള്ള പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബാദികളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا تقبل منا إنك أنت السميع العليم. اللهم توفنا مسلمين والحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.